സാജി തട്ടിപ്പിന്റെ പുതുവഴികളാണ് ഐസിഡസ് തുറന്നു വെക്കുന്നത് നമുക്കറിയാം. കാരണം ഈ ഇടനിലക്കാരെ ഒഴിവാക്കാൻ ഉപയോഗിച്ച ജംപ് പോർട്ടൽ വഴി തന്നെ ഇങ്ങനെ കൃത്യമായി തട്ടിപ്പ് നടത്താം. അതും രാവോ പകലോ എന്നൊന്നും ഇല്ലാതെ ഓർഡർ നൽകി 10 ലക്ഷത്തിന് മുകളിലുള്ളത് ടെൻഡർ വിളിക്കണമെന്ന നടപടിയൊക്കെ എങ്ങനെ കുറുക്ക് വഴിയിലൂടെ മറികടക്കാമെന്നൊക്കെ ഐസിഡിഎസ് കാണിച്ചു തന്നിരിക്കും. എന്തായാലും തട്ടിപ്പിന്റെ വ്യാപകമായ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ കൂടിയുണ്ട്. ഇനി അറിയേണ്ടത് എങ്ങനെ നടന്ന ഈ തട്ടിപ്പ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനിടയുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ജിൽസി സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഇത് ഈ ജംപ് പോർട്ടലിനെ കുറിച്ച് ഈ സാധാരണക്കാരായ ആളുകൾക്ക് പൊതുവെ ഉള്ളൊരു ധാരണ ജംപ് പോർട്ടൽ വഴി ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മുഴുവനായി സുതാര്യമാണ് എന്നുള്ളതാണ്. ഞാൻ സ്റ്റോറിയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഈ ഉൽപ്പാദകരിൽ നിന്ന് സാധനം വാങ്ങുക, അതുവഴി സർക്കാരിന് ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ആമസോൺ പോലെയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ പ്രധാനമായി അതിൻ്റെ ഉപഭോക്താക്കൾ എന്നത് സർക്കാർ ഓഫീസുകളാണ്. പക്ഷെ ഇവിടെയാണ് വലിയ തട്ടിപ്പ് നടന്നത്. ഈ 10 ലക്ഷത്തിൽ കൂടുതൽ, അത് കേന്ദ്ര നിയമമാണ്, സംസ്ഥാന നിയമപ്രകാരം 5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ തന്നെ ടെൻഡർ വിളിക്കണം. ഈ ടെൻഡർ വിളിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ പലപ്പോഴായി വാങ്ങുന്നത്. ഉദാഹരണത്തിന് TV 3 തവണ വാങ്ങുന്നു, അത് ഒറ്റത്തവണ വാങ്ങുകയാണെങ്കിൽ ടെൻഡർ വിളിക്കണം. അങ്ങനെ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ആ ടെൻഡറിന്റെ വിവരങ്ങൾ ലഭിക്കുകയും എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാം. അത് ഒഴിവാക്കാനായി 9,90,000 രൂപയെല്ലാം ആകുമ്പോൾ ഈ വാങ്ങൽ നിർത്തുന്നു. പിന്നീട് മറ്റൊരു പർച്ചേസായി വാങ്ങുന്നു. ഇങ്ങനെ സ്പ്ലിറ്റ് പർച്ചേസ് പാടില്ലെന്ന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ നിലനിൽക്കുകയാണ്. ഇങ്ങനെ മുറിച്ച് പലപ്പോഴായി വാങ്ങിയിരിക്കുന്നത്. ഈ രാത്രി 9:30-ക്കെല്ലാമാണ് ഈ ഓർഡറുകൾ നൽകിയിരിക്കുന്നത്. ഓഫീസ് സമയം തുടങ്ങുന്നതിന് മുൻപ് നൽകിയിരിക്കുന്നു. പിന്നീടുള്ള പ്രധാനപ്പെട്ട കാര്യം, എന്ത് സാധനമാണോ ഏത് ഏജൻസിക്കാണോ വേണ്ടത് ഈ രീതിയിലാണ് ഈ ഫിൽട്ടർ ചെയ്യുകയും ഇത് സെർച്ച് ചെയ്യുകയും ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ ഗൗരി എന്ന് പറഞ്ഞ ഒരു പെൻഡ്രൈവ് ഇന്ത്യയിൽ എവിടെയും തന്നെ ഇല്ല. പക്ഷെ അങ്ങനെ സെർച്ച് ചെയ്ത് ആണ് ഓർഡർ നൽകുന്നത്. ഈ പ്രൊഫഷണൽ TV എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നത്, നമുക്കറിയാം പ്രൊഫഷണൽ ഡിസ്പ്ലേ ഉള്ള TVക്ക് വലിയ വിലയാണ്. അത് ആ രീതിയിൽ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കമ്പനി പങ്കെടുക്കുകയും ഈ കുറഞ്ഞ വില കോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുറഞ്ഞ വില കോട്ട് ചെയ്ത കമ്പനിക്ക് നൽകുന്നു. പക്ഷേ അവർ വിതരണം ചെയ്യുന്നത് സാധാ ഡിസ്പ്ലേ ഉള്ള TV ആണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തട്ടിപ്പാണ് ഈ ജംപ് പോർട്ടലിന്റെ മറവിൽ പോലും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി.